MS വേണുഗോപാൽ, ഇത് നീണ്ടുപോകുന്നത് യാദൃച്ഛികമാണോ അതോ പോര് തുടരുന്നു എന്നതാണോ ഇതിനുള്ള സൂചന? ഇന്നലെ ഒരു തീരുമാനത്തിൽ എത്തിയിട്ടുണ്ട് എന്നും പറയുന്നുണ്ട്. സത്യത്തിൽ ഹൈക്കമാൻഡിന് ഒരു തീരുമാനമെടുക്കാൻ കഴിയാതായിരിക്കുന്നു എന്നുള്ളതാണ് സത്യം. നിയമസഭയിലെ ഭൂരിപക്ഷമാണോ തെരുവിലെ ഭൂരിപക്ഷമാണോ പ്രധാനം എന്ന് ചിന്തിക്കേണ്ട വിധത്തിലേക്ക് കാര്യങ്ങൾ കേരളത്തിൽ പോയിരിക്കുന്നു. തെരുവിൽ ഇനിയൊന്നും വേണ്ട എന്ന് പറഞ്ഞിട്ടുണ്ട്, അതനുസരിക്കുകയും ചെയ്തിട്ടുണ്ട് അണികൾ. അതെ, തെരുവിൽ ഭൂരിപക്ഷം തെളിയിക്കേണ്ട എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിലും തെരുവിലിറങ്ങിയത് ഒരു പുതിയ കീഴ്വഴക്കമായി ഹൈക്കമാൻഡിന് തലവേദന ഉയർത്തുന്നു. കാരണം ഇവിടെ മാത്രമല്ല, കർണാടകയിൽ DK ശിവകുമാർ ഇത്തരത്തിൽ തെരുവിലിറങ്ങിയാൽ എന്തായിരിക്കും അവസ്ഥ? ഇവൻ റേവന്ത് റെഡ്ഡിക്കെതിരെയും തെരുവിലിറങ്ങാൻ ചിലരൊക്കെ റെഡിയായി നിൽക്കുന്നു എന്നാണ് അറിയുന്നത്. അപ്പോൾ തെരുവിലെ സമരം കൊണ്ട് മുന്നോട്ട് പോയാൽ കോൺഗ്രസ്സിന് കൂടുതൽ തലവേദന സൃഷ്ടിക്കുമെന്ന് ഹൈക്കമാൻഡിന് ബോധ്യമുണ്ട്. അതുകൊണ്ടാണ് ഇപ്പോൾ ഒരു കൂളിംഗ് ടൈം കൊടുത്തിരിക്കുന്നത്. എന്തായാലും 3 പേരിൽ ആര് എന്നുള്ളത് ഇപ്പോഴും തീരുമാനമായിട്ടില്ല. അതത്ര എളുപ്പവുമല്ല. കാരണം 3 വിധത്തിൽ വന്നിരിക്കുന്നു. നിയമസഭയിൽ ഏറ്റവും കൂടുതൽ കൈപൊക്കിയിരിക്കുന്നത് KC വേണുഗോപാലിന് വേണ്ടിയാണെങ്കിൽ ഘടകകക്ഷികളിൽ ഭൂരിഭാഗവും VD സതീശന് അനുകൂലമാണ്. പക്ഷേ ഒരു നല്ല സമരിയക്കാരൻ എന്നുള്ള നിലയ്ക്ക് രമേശ് ചെന്നിത്തലയെയും കേന്ദ്രം പരീക്ഷിക്കുന്നുണ്ട് ഡൽഹി ഹൈക്കമാൻഡ്. അപ്പോൾ ഇങ്ങനെ വരുമ്പോൾ അവസാനം ഇപ്പോൾ ബാറ്റൺ ഖാർഗെയിൽ നിന്ന് രാഹുൽ ഗാന്ധിയിലേക്കും രാഹുൽ ഗാന്ധിയിൽ നിന്ന് ഇപ്പോൾ സോണിയാഗാന്ധിയിലേക്കും എത്തിയിരിക്കുന്നു. ഈ ബാറ്റൺ ഇനി സോണിയാഗാന്ധി AK ആൻ്റണിയുമായി സംസാരിക്കുമ്പോൾ എന്താകുമെന്നുള്ളതാണ് ആകാംക്ഷ. AK ആൻ്റണി മിക്കവാറും ലീഗിൻ്റെ താല്പര്യങ്ങൾക്ക് അനുഗുണമായി പറഞ്ഞേക്കാം എന്നുള്ളതാണ് പലരും പ്രവചിക്കുന്നത്. എന്നാലും പ്രശ്നം നിലനിൽക്കുന്നു. അങ്ങനെയാണെങ്കിലും VD സതീശന് അത്ര വേഗം ആ സ്ഥാനത്തേക്ക് വരാൻ കഴിയില്ല എന്ന് വിചാരിക്കുന്നവരും ഏറെയാണ്. ഈ നടന്ന പ്രതിഷേധങ്ങൾ അത് VD സതീശന് തിരിച്ചടിയായിട്ടുണ്ട്. ഏറ്റവും കൂടുതൽ പ്രതിഷേധങ്ങളാണ് VD സതീശന് തിരിച്ചടിയായത്. കാരണം ഇത്തരത്തിലുള്ള പ്രതിഷേധങ്ങൾ കർണാടകയിൽ VK ശിവകുമാറിന് ഭംഗിയായി നടത്താൻ അറിയാം. DK ശിവകുമാറിന്. അപ്പോൾ DK ശിവകുമാർ അതിന് മുതിർന്നാൽ കർണാടകത്തിൽ വലിയ പ്രതിസന്ധി ഉണ്ടാകും. അതുപോലെ തന്നെ രേവന്ത് റെഡ്ഡിക്കും ഇതേ പ്രതിസന്ധി ഉണ്ടാകാൻ സാധ്യതയുണ്ട്. ഇതിനെല്ലാം ഉപരിയായിട്ട് 2029 വരുന്ന പാർലമെൻറ്റ് തെരഞ്ഞെടുപ്പിനെയും കേന്ദ്രം വളരെ ജാഗൂതം വീക്ഷിക്കുന്നുണ്ട്. അതെന്തുകൊണ്ടെന്ന് വെച്ചാൽ അവരുടെ നിലനിൽപ്പിൻ്റെ ഏറ്റവും വലിയ പ്രശ്നം 2029 തെരഞ്ഞെടുപ്പാണ്. ആ തെരഞ്ഞെടുപ്പിൽ ഘടകകക്ഷികളുടെ അഭിപ്രായം തേടുമ്പോൾ ലീഗിൻ്റെ അപ്രമാദിത്വം ഉണ്ടായാൽ അത് ഒരു മോശമായ സന്ദേശം ജനങ്ങളിലേക്ക് കൊടുക്കുമെന്നും ഒരുപക്ഷെ BJPക്കും CPMനും കൂടുതൽ ശക്തി പകരുന്ന ചില ആശയങ്ങളുമായി മുന്നോട്ട് വരാൻ അത് സഹായിക്കുമെന്നും വിശ്വസിക്കുന്നുണ്ട്. ഇതെല്ലാം ഇപ്പോൾ പ്രതിപക്ഷം ഇവിടെ വളരെ സൂക്ഷ്മതയോടെ വീക്ഷിക്കുന്നെങ്കിലും അവരിത് കഴിയുമ്പോൾ കാര്യങ്ങൾ പറയും. കാരണം കോൺഗ്രസ് നിയമസഭാ കക്ഷിയിൽ ഏറ്റവും ഭൂരിപക്ഷമുള്ള ആളെ തിരഞ്ഞെടുത്തില്ലെന്ന് VD സതീശനെ മുഖ്യമന്ത്രിയാക്കുകയാണെങ്കിൽ പറയും. അതുപോലെ തന്നെ KCയെ മുഖ്യമന്ത്രിയാക്കിയാൽ തിരിച്ചും KCയെ മുഖ്യമന്ത്രിയാക്കിയാൽ ഏറ്റവും പ്രധാനപ്പെട്ട നിയമസഭാ കക്ഷിയുടെ സമ്മതിയുള്ള ആളിനെ ആണ് എടുത്തതെന്നും ജനപിന്തുണയുള്ള ആളിനെയും ഘടകകക്ഷിയുടെ ആളിനെയും തഴഞ്ഞെന്നും മറിച്ചായാൽ തിരിച്ചെന്നും പറഞ്ഞ് നമ്മുടെ പ്രതിപക്ഷ കക്ഷികൾ ശക്തമായി രംഗത്തിറങ്ങും. ഇപ്പോൾ അവരെല്ലാം വീക്ഷിച്ചുകൊണ്ടിരിക്കുന്നത് ഈ കളി എത്ര വരെ പോകുമെന്നാണ്. മുഖ്യമന്ത്രി ആരപ്പ എന്ന ചോദ്യവുമായിട്ടാണ് ഇപ്പോൾ നിൽക്കുന്നത്. ഇങ്ങനെ പോയി കഴിഞ്ഞാൽ മുഖ്യമന്ത്രി കഴിഞ്ഞ് മന്ത്രിമാർ ആരപ്പ എന്ന ചോദ്യത്തിലേക്ക് പോകുമ്പോൾ അത് അതിനേക്കാൾ വലിയ പ്രതിസന്ധിയിലേക്ക് പോവുകയാണ്. കോൺഗ്രസ് 3ആയി നിൽക്കുന്നത് ഒരിക്കലും കോൺഗ്രസ്സിന് ഭൂഷണമല്ല, പ്രത്യേകിച്ച് രണ്ടാമത്തെ തിരിച്ചുവരവിന് ശേഷം. ഒരുപക്ഷേ ഈ 102 പകരം 72 സീറ്റായിരുന്നെങ്കിൽ ഇത്രയും പ്രതിസന്ധി ഉണ്ടാകില്ല എന്ന് വിശ്വസിക്കുന്നവരും ഏറെയാണ് കോൺഗ്രസ്സിൽ തന്നെ. അപ്പോൾ ഇത് കൂടുതൽ ഭൂരിപക്ഷം കിട്ടിയപ്പോൾ കൂടുതൽ പ്രശ്നങ്ങളിലേക്കാണോ പോകുന്നത് എന്നുള്ളത് വലിയ ഒരു പ്രതിസന്ധി തന്നെയാണ്. GV ഹരി, ഇത് ഒരു കോൺഗ്രസിന് ഭൂഷണമായ ഒരു കാര്യമല്ല. നിങ്ങൾ പറയും കോൺഗ്രസിൽ ഇത് പതിവാണ്, ഇങ്ങനെ ജനാധിപത്യ പാർട്ടിയിൽ തർക്കങ്ങൾ വരും, അവിടെ അഭിപ്രായം പറയുവാനുള്ള സ്വാതന്ത്ര്യമുണ്ട് എന്നൊക്കെ പറയുമ്പോഴും ഇതൊരു മോശം അവസ്ഥയാണ് ഉണ്ടാക്കിയിരിക്കുന്നത്. ഒരാഴ്ചയാകുന്നു ഫലം വന്നിട്ട്, പക്ഷെ മുഖ്യമന്ത്രി ആരെന്ന് തീരുമാനിക്കുവാൻ ഹൈക്കമാൻഡിന് കഴിയുന്നില്ല എന്ന് പറയുമ്പോൾ അത്ര വലിയ തർക്കം എന്താണ്? യുടെ ആശങ്ക ഞാൻ മനസ്സിലാക്കുന്നു. ആദ്യം കേരളത്തിൽ ഇതിനു മുമ്പുള്ള സർക്കാരുകൾ ഒരുപാട് ദൂരം പോകുന്നില്ല. 10 കൊല്ലപ്പ് സർക്കാർ, 2 സർക്കാർ, പിണറായി സർക്കാർ അധികാരത്തിൽ വന്നത് എന്നും നമുക്ക് ആദ്യം പരിശോധിക്കാം. ശ്രീ പിണറായി വിജയൻ
ആദ്യമായിട്ട് അധികാരത്തിൽ വരുന്നത് 2016 മെയ് 25-നാണ്. ആ സർക്കാർ തിരഞ്ഞെടുപ്പ് ഫലം പ്രഖ്യാപിച്ചത് 2016 മെയ് 19-നായിരുന്നു. പക്ഷെ അദ്ദേഹം സ്ഥാനമേൽക്കുന്നത് മെയ് 25-ാം തീയതിയാണ്. എന്ന് പറഞ്ഞാൽ ഇന്നിപ്പോൾ 6 ദിവസം കഴിഞ്ഞിട്ടാണ്. കൂടുതൽ വാർത്തകൾക്ക് ന്യൂസ് 18 കേരളം യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.